വിദ്യാദീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2ാം ക്ലാസ്സിലെ 7ാമത്തെ യൂണിറ്റായ അറിഞ്ഞു കഴിക്കാം എന്ന പാഠത്തിൻ്റെ 2ാം ഭാഗം ഉൾപ്പെടുത്തിയ വീഡിയോയാണിത്. ഇതിൽ അവിൽ കുഴയ്ക്കാം, പാചകക്കുറിപ്പുകളുടെ പതിപ്പ് തയ്യാറാക്കാം, ഡയറി എഴുതാം, സംഭാഷണം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ യൂണിറ്റിൻ്റെ 1ാം ഭാഗത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പായസം തയ്യാറാക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: അരി, പാൽ, പഞ്ചസാര, നെയ്യ്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ഏലയ്ക്ക. തയ്യാറാക്കുന്ന വിധം: ഒരു പാത്രത്തിൽ പാലെടുത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക. പാൽ തിളച്ച് വരുമ്പോൾ അരി അതിൽ ഇടുക. അരി വെന്തു വരുമ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് ഇളക്കുക. അതിനുശേഷം നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇടുക. ഏലയ്ക്ക പൊടിച്ചത് ചേർക്കുക. പായസം തയ്യാർ. ഇതുപോലെ പാചകക്കുറിപ്പ് എഴുതാം. അവിൽ കുഴച്ചത്: എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചു, എങ്ങനെയാണ് തയ്യാറാക്കിയത്? അവിൽ കുഴയ്ക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: അവൽ 1/2 കപ്പ്, തേങ്ങ ചിരുകിയത് 1 കപ്പ്, ശർക്കര ചീകിയത് 1/2 കപ്പ്, ഏലയ്ക്ക 1/2 ടീസ്പൂൺ, 3-4 ടേബിൾ സ്പൂൺ പാല്, പഴം നുറുക്കിയത് 1-2 എണ്ണം. തയ്യാറാക്കുന്ന വിധം: 1/2 കപ്പ് അവൽ എടുക്കുക. അതിൽ 1 കപ്പ് ചിരുകിയ തേങ്ങയും 1/2 കപ്പ് ശർക്കര ചീകിയതും ചേർത്ത് കുഴയ്ക്കുക. ഇതിലേക്ക് ലേശം ഉപ്പും 1/2 ടീസ്പൂൺ ഏലയ്ക്ക പൊടിച്ചതും ചേർക്കുക. 2-3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നന്നായി കുഴച്ച് അതിൽ പഴം നുറുക്കിയതും ചേർത്ത് ഉപയോഗിക്കുക. എന്തെല്ലാം ചേരുവകൾ? സാമ്പാറിന് എന്തെല്ലാം ചേർക്കണം? സാമ്പാർ: പച്ചക്കറികൾ, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായം, ഉരുളൻകിഴങ്ങ്, കടു വറുക്കുന്നതിനുള്ള എണ്ണ, കടുക്, മുളക്, ഉള്ളി, കറിവേപ്പില. ഡയറി എഴുതാം. ജോബിയും ജാൻസിയും ഡോക്ടർ വന്ന ദിവസത്തെ ഡയറി എഴുതി. എന്തൊക്കെയായിരിക്കും അവർ എഴുതിയിരിക്കുക? ഇന്ന് ഞങ്ങൾ നേരത്തെ സ്കൂളിൽ പോയി. ഞങ്ങളുടെ സ്കൂളിൽ ആഹാരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ക്ലാസ് എടുക്കാൻ ഡോക്ടർ വന്നു. ഞങ്ങളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ മറുപടി പറഞ്ഞു. ഞാൻ വിശപ്പ് മാറാൻ എന്തെങ്കിലും കഴിച്ചാൽ പോരെ എന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ആഹാരത്തിൽ പോഷകഗുണമുള്ള ധാന്യങ്ങളും പഴങ്ങളും പാലും പച്ചക്കറികളും മത്സ്യവും മാംസവും എല്ലാം ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. ആഹാരശീലങ്ങൾ, ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ, ഉൾപ്പെടുത്തേണ്ട ആഹാരങ്ങൾ എന്നിവയെക്കുറിച്ചും പറഞ്ഞു. 4 മണിക്ക് സ്കൂൾ വിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. ഇന്ന് എന്നും പലഹാരങ്ങൾ വാങ്ങുന്ന കടയിൽ നിന്ന് ഞങ്ങൾ ഒന്നും വാങ്ങിയില്ല. ഡോക്ടർ സ്കൂളിൽ വന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അമ്മയോട് പറഞ്ഞു. പതിപ്പ് തയ്യാറാക്കാം. പത്രമാസികകളിൽ വരുന്ന പാചകക്കുറിപ്പുകൾ ശേഖരിച്ച് ഒരു പതിപ്പ് തയ്യാറാക്കൂ. ഡോക്ടറും കുട്ടിയുമായുള്ള സംഭാഷണം എഴുതാം. കുട്ടി: എങ്ങനെയുള്ള ആഹാരമാണ് ഞങ്ങൾ കഴിക്കേണ്ടത് ഡോക്ടർ? ഡോക്ടർ: നല്ല പോഷകഗുണമുള്ള ആഹാരം കഴിക്കണം. കുട്ടി: അത് ഏത് ആഹാരമാണ്? ഡോക്ടർ:
ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ഇലവർഗ്ഗങ്ങൾ, മത്സ്യം, മാംസം, മുട്ട, പാൽ എന്നിവയെല്ലാം പോഷകഗുണമുള്ള ആഹാരമാണ്. കുട്ടി: പിന്നെ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഡോക്ടർ: ആഹാരം നന്നായി ചവച്ച് കഴിക്കണം. പിന്നെ ആഹാരശീലങ്ങൾ പാലിക്കണം. കുട്ടി: ആഹാരശീലം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഡോക്ടർ: ആരോഗ്യം നഷ്ടപ്പെടുകയും നമ്മൾ രോഗിയായി മാറുകയും ചെയ്യും. കുട്ടി: നന്ദി ഡോക്ടർ. വായനാ ചെപ്പ്. വായിച്ചു വളരാം. കൊതിയൂറും രുചികൾ. ആഹാരത്തെക്കുറിച്ച് ഓർത്തപ്പോഴേ നാക്കിൽ വെള്ള ഊറി തുടങ്ങി അല്ലേ? നിറത്തിലും മണത്തിലും രുചിയിലും വ്യത്യാസമുള്ള എത്രയെത്ര പലഹാരങ്ങൾ! എന്തുകൊണ്ടാവും ഓരോന്നിനും ഓരോ സ്വാദ്? വടയുടെ രുചിയല്ല ലഡുവിന്. പുഴുങ്ങിയ കപ്പയുടെ സ്വാദല്ല കാന്താരി ചമ്മന്തിക്ക്. ചേരുവകൾ മാറുമ്പോൾ സ്വാദും മാറും. പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത പായസത്തിന് മധുരം തന്നെയല്ലേ ഉണ്ടാവൂ? പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും ചേർത്ത് എണ്ണയിൽ ചുട്ടെടുക്കുന്ന വടയ്ക്ക് എരിവുണ്ടാവാനല്ലേ തരമുള്ളൂ? സാമ്പാറും അവിയലും തോരനുമെല്ലാം ഓരോരോ രുചിയല്ലേ? ചേരുവകളിലെ മാറ്റമാണ് സ്വാദ് വ്യത്യസ്തമാക്കുന്നത് എന്ന് ഇപ്പോൾ പിടികിട്ടിയല്ലോ. ആഹാരം പാകം ചെയ്യുന്ന രീതി മാറുമ്പോഴും രുചിയിൽ വ്യത്യാസമുണ്ടാവും. ദോശയും ഇഡലിയും ഒരേ മാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇഡലി ആവിയിൽ വേവിക്കുന്നു, ദോശ കല്ലിൽ ചുട്ടെടുക്കുന്നു. രുചിയിലും ആകൃതിയിലും എല്ലാം വ്യത്യാസം. അരി വെള്ളത്തിൽ വേവിച്ചെടുത്തല്ലേ നമ്മൾ ചോറുണ്ടാക്കുന്നത്? അരി പൊടിയാക്കി ആവിയിൽ വേവിച്ചെടുത്താൽ രുചികരമായ പുട്ട്. തീക്കനലിൽ ചുട്ടുതിന്നുന്ന ചക്കക്കുരുവിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. വേവിക്കാതെ കഴിക്കുന്ന ആഹാരങ്ങളും ഉണ്ട്. പഴങ്ങൾ മിക്കവയും അത്തരത്തിലാണ് കഴിക്കുക. അതുപോലെ അവൽ വേവിച്ചും വേവിക്കാതെയും ഭക്ഷിക്കാറുണ്ടല്ലോ. കൊതിയൂറുന്ന രുചിയുടെ രഹസ്യം ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ?